ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. നാളെ നടക്കാനിരിക്കുന്ന നിങ്ങളുടെ +1 ക്രിസ്മസ് എക്സാം അക്കൗണ്ടൻസി പരീക്ഷയുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ പഠിച്ചിരിക്കേണ്ട 1 മാർക്ക് ചോദ്യങ്ങളുടെ ഉത്തരങ്ങളൊക്കെ ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. നല്ല രീതിയിൽ തന്നെ വീഡിയോ കാണാം, നല്ല രീതിയിൽ തന്നെ പഠിച്ച് മനസ്സിലാക്കാം. ഓരോ ഭാഗവും ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമ്മൾ പറയുന്ന ഓരോ ഭാഗങ്ങളും നിങ്ങൾ നന്നായിട്ട് പഠിച്ചു പോവുകയാണെങ്കിൽ തന്നെ നമ്മുടെ ക്രിസ്മസ് എക്സാമൊക്കെ നമുക്ക് നല്ല തകർത്തെഴുതാം. ഓക്കെ, അപ്പോൾ ഒട്ടും സമയം കളയണ്ട, പെട്ടെന്ന് തന്നെ ഓരോ ചോദ്യങ്ങളും ഉത്തരങ്ങളൊക്കെ പെട്ടെന്ന് പഠിച്ചോളൂ. ഇതൊക്കെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ് കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. ചോദ്യങ്ങളിലേക്കും അവയുടെ ഉത്തരങ്ങളിലേക്കും കടക്കാം. ഒന്നാമത്തെ ചോദ്യം, അതിനു മുമ്പ് ഒരു കാര്യം വരട്ടെ. മൊത്തം 8 ചോദ്യങ്ങൾക്കാണ് നിങ്ങളിവിടെ ആൻസർ ചെയ്യേണ്ടത്. ഇവിടെ 9 ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. യു ക്യാൻ സ്കിപ്പ് 1 ക്വസ്റ്റ്യൻ. അപ്പോൾ അത് ഏത് ക്വസ്റ്റ്യൻ ആണ് സ്കിപ്പ് ചെയ്തതെന്ന് കമൻറ്റ് ചെയ്യൂ കേട്ടോ. അങ്ങനെ മൊത്തം നിങ്ങൾക്ക് 8 മാർക്ക് ഈ ഒരു ഏരിയയിൽ തന്നെ സ്കോർ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ദ എമൗണ്ട് ഇൻവെസ്റ്റഡ് ബൈ ദ ഓണർ ഇൻ ദ ബിസിനസ് ഇസ് കോൾഡ് ഡാഷ്. അതായത് ഒരു ഓണർ അദ്ദേഹത്തിൻ്റെ ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ആ ഒരു എമൗണ്ടിനെ വിളിക്കുന്ന പേരെന്താണ്? ഡ്രോയിങ്സ്, ഇൻവെസ്റ്റ്മെൻറ്റ്, ക്യാപിറ്റൽ അസറ്റ്, അതിനെ വിളിക്കുന്ന പേരാണ് ക്യാപിറ്റൽ എന്നാണ് അത് അറിയപ്പെടുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ഡാഷ് ഈസ് എ കളക്ഷൻ ഓഫ് ഓൾ അക്കൗണ്ട്സ് ഡെബിറ്റഡ് ഓർ ക്രെഡിറ്റഡ് ഇൻ ജേണൽ ഓർ ഡേ ബുക്സ്. അതായത് ഡേ ബുക്സിലോ ജേണലിലോ ഡെബിറ്റോ ക്രെഡിറ്റോ ചെയ്തിട്ടുള്ള അക്കൗണ്ടുകളുടെ ഒരു കളക്ഷനെ വിളിക്കുന്ന പേരെന്താണ്? അഗെയിൻ, അത് ജേണലാണോ, ലെഡ്ജറാണോ, ക്യാഷ് ബുക്കാണോ, സെയിൽസ് ബുക്കാണോ? അതിൻ്റെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. ദാറ്റ് ഈസ് ലെഡ്ജറാണ്. ലെഡ്ജറാണ് എല്ലാ അക്കൗണ്ട്സിൻ്റെയും ഒരു കളക്ഷനായിട്ട് നമ്മൾ പറയാറ്. ജേണലും ഡേ ബുക്സിലൊക്കെ റെക്കോർഡ് ചെയ്ത കാര്യങ്ങൾ നമ്മൾ ലെഡ്ജറിലോട്ടാണ് പോസ്റ്റ് ചെയ്യുക. റെഡി അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ, ദ പ്രോസസ് ഓഫ് എൻറ്ററിങ് ട്രാൻസാക്ഷൻ ഇൻ എ ജേണൽ ഈസ് കോൾഡ് ഡാഷ്. അതായത് ജേണലിൽ നമ്മൾ ട്രാൻസാക്ഷൻസുകൾ ക്രൊണോളജിക്കലി റെക്കോർഡ് ചെയ്യുന്നതിനെ വിളിക്കുന്ന ഒരു പേരുണ്ട്. അതിനെ വിളിക്കുന്ന പേര് പോസ്റ്റിംഗ് എന്നാണോ, ബാലൻസിങ് എന്നാണോ, ജേർണലൈസിങ് എന്നാണോ, അതോ ട്രയൽ ബാലൻസ് ആണോ? അതിനെ വിളിക്കുന്ന പേരാണ് ദാറ്റ് ഈസ് കോൾഡ് ഓപ്ഷൻ സി, ജേർണലൈസിങ്. ജേർണലൈസിങ് എന്നാണ് ദ പ്രോസസ് ഓഫ് എൻറ്ററിങ് ഇൻ ട്രാൻസാക്ഷൻ ഇൻ എ ജേർണൽ ഇതിനെ വിളിക്കുന്നത്. ജേർണലിൽ നമ്മൾ ട്രാൻസാക്ഷൻസ് എൻ്റർ ചെയ്യുന്നതിന് വിളിക്കുന്ന പേരാണ് ജേർണലൈസിങ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അസറ്റ്സ് സോൾഡ് ഓൺ ക്രെഡിറ്റ് ആർ എൻറ്റേർഡ് ഇൻ ഡാഷ്. നമ്മൾ എന്തെങ്കിലും അസറ്റ് കാര്യങ്ങൾ നമ്മൾ ക്രെഡിറ്റിന് വിറ്റു, അസറ്റാണ്, അസറ്റ് നമ്മൾ ക്രെഡിറ്റിന് വിൽക്കുകയാണെങ്കിൽ, അസറ്റ് സോൾഡ് ഓൺ ക്രെഡിറ്റ് ആണെങ്കിൽ അത് നമ്മൾ എന്തിലാണ് രേഖപ്പെടുത്തുക? അപ്പോൾ അസറ്റ് നമ്മൾ ക്രെഡിറ്റിന് വാങ്ങുകയാണെങ്കിലും വിൽക്കുകയാണെങ്കിലൊക്കെ അത് നമ്മൾ എൻ്റർ ചെയ്യുന്നത് ജേണൽ പ്രോപ്പറിലാണ്. ഗുഡ്സ് അല്ല വിറ്റത്, അസറ്റാണ് വിറ്റത്. അപ്പോൾ ശ്രദ്ധിക്കണം, ഓപ്ഷൻ ഡി ആണ്, ജേണൽ പ്രോപ്പറാണ് വരിക, ഓപ്ഷൻ ഡി. അടുത്ത ക്വസ്റ്റ്യൻ, ബാങ്ക് റീകൺസിലിയേഷൻ സ്റ്റേറ്റ്മെൻറ്റ്. ബാങ്ക് റീകൺസിലിയേഷൻ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ആരാണ് പ്രിപ്പയർ ചെയ്യുക? ഇത് AFSRോടും ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ ക്വസ്റ്റ്യൻ. ബാങ്ക് ആണോ, ക്രെഡിറ്റേഴ്സ് ആണോ, അക്കൗണ്ട് ഹോൾഡർ ഇൻ ദ ബാങ്ക് ആണോ, അതോ ഡെപ്റ്റേഴ്സ് ആണോ? ഓഫ് കോഴ്സ് ഇറ്റ്സ് ഓപ്ഷൻ സി, അക്കൗണ്ട് ഹോൾഡർ ഇൻ എ ബാങ്ക്. അതായത് ആ ഒരു ബാങ്കിലെ അക്കൗണ്ട് ഹോൾഡർ ആയിരിക്കും എന്ത് ചെയ്യാം, ആ ഒരു ബാങ്ക് റീകൺസിലിയേഷൻ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യാം. വളരെ ഈസി ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു അത്. അടുത്ത ക്വസ്റ്റ്യൻ, 6ാമത്തെ ചോദ്യം, ദീസ് ടൈപ്സ് ഓഫ് എറേഴ്സ് എഫക്ട് ദ എഗ്രിമെൻറ്റ് ഓഫ് ട്രയൽ ബാലൻസ്. ട്രയൽ ബാലൻസിനെ എഫക്റ്റ് ചെയ്യുന്ന ഒരു എറർ ഏതാണെന്നാണ് ചോദിക്കുന്നത്. എറർ ഓഫ് കംപ്ലീറ്റ് ഒമിഷൻ എന്ത് ചെയ്യില്ല, ട്രയൽ ബാലൻസിനെ എഫക്റ്റ് ചെയ്യില്ല. എറർ ഓഫ് പ്രിൻസിപ്പിളും ട്രയൽ ബാലൻസിനെ എഫക്റ്റ് ചെയ്യില്ല. കോമ്പൻസേറ്റിംഗ് എറേഴ്സും ട്രയൽ ബാലൻസിനെ വല്ലാണ്ട് എഫക്റ്റ് ചെയ്യില്ല. എന്നാൽ എറർ ഓഫ് പാർഷ്യൽ ഒമിഷൻ തീർച്ചയായും ട്രയൽ ബാലൻസിന് എഫക്റ്റ് ചെയ്യും. സോ 6ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ ഡി ആണ്, എറർ ഓഫ് പാർഷ്യൽ ഒമിഷൻ. അടുത്ത ക്വസ്റ്റ്യൻ, 7ാമത്തെ ചോദ്യം, ഡാഷ് ഈസ് എ ടേം യൂസ് ടു ഷോ ദ ഡിക്രീസ് ഇൻ ദ വാല്യൂ ഓഫ് നാച്ചുറൽ റിസോഴ്സസ് ലൈക്ക് മൈൻസ്, ക്വാറീസ് എക്സെട്ര. അതായത് നമ്മുടെ പ്രകൃതിയിലുള്ള വിഭവങ്ങളുണ്ടല്ലോ, പ്രകൃതി വിഭവങ്ങൾ, അത് എന്താ നാച്ചുറൽ ആയിട്ടുള്ള അത്രയും പ്രകൃതി വിഭവങ്ങൾ ഡിക്രീസ് ആവുന്ന, അതിൻ്റെ വാല്യൂവിൽ ഡിക്രീസ് ഉണ്ടാവുന്നതിനെ വിളിക്കുന്ന പേരെന്താണ്? ഡിപ്രിസിയേഷനാണോ, അമോർട്ടൈസേഷനാണോ, ഡിപ്ലീഷനാണോ, ഒബ്സലൻസസ് ആണ്? അതിനെ വിളിക്കുന്ന പേര് ഓപ്ഷൻ സി ആണ്, ഡിപ്ലീഷൻ. അടുത്ത ക്വസ്റ്റ്യൻ, 8ാമത്തെ ചോദ്യം, സെക്കൻഡ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഇഫ് ക്ലോസിംഗ് സ്റ്റോക്ക് ഈസ് ഗിവൺ ആസ് എൻ ഐറ്റം ഇൻ ദി ട്രയൽ ബാലൻസ് ദെൻ ഇറ്റ് വിൽ ബി ഡാഷ്. അതായത് ട്രയൽ ബാലൻസിനാണ് ക്ലോസിംഗ് സ്റ്റോക്ക് തന്നെങ്കിൽ ഓൾറെഡി അതിൻ്റെ അഡ്ജസ്റ്റ്മെൻ്റ് ഒക്കെ കഴിഞ്ഞു എന്നാണ് അതിൻ്റെ അർത്ഥം. ഓക്കെ, അപ്പോൾ പിന്നെ നമ്മളത് വീണ്ടും കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യേണ്ട, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ കൊണ്ടുപോയി കാണിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ എന്ത് ചെയ്താൽ മതി, നമ്മളത് നമ്മുടെ ബാലൻസ് ഷീറ്റിൻ്റെ അസറ്റ് സൈഡിൽ, കറണ്ട് അസറ്റ് സൈഡിൽ കാണിച്ചാൽ മതി കേട്ടോ. ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ. പിന്നെ അവസാനത്തെ ചോദ്യം, പ്രീപെയ്ഡ് ഇൻഷുറൻസ് ഈസ് എ ഡാഷ്, ഈസ് എ ഓർ ആൻഡ് ഡാഷ്. അതായത് പ്രീപെയ്ഡ് ഇൻഷുറൻസിൻ്റെ പേയ്മെൻറ്റ് നമ്മൾ എന്തായാലും അടയ്ക്കണം. അപ്പോൾ ഇപ്പോൾ അടുത്ത മാസത്തേക്കുള്ള നമ്മൾ ഇപ്പോഴേ അടച്ചു കഴിഞ്ഞാൽ
നമുക്കതൊരു അസറ്റല്ലേ, നമുക്കിനി ആ മാസം അത് അടയ്ക്കേണ്ടല്ലോ. അപ്പോൾ എന്താണ്, പ്രീപെയ്ഡ് ആയിട്ട് നമ്മൾ മുൻകൂറായിട്ട് കൊടുക്കുന്ന കാര്യങ്ങളൊക്കെ എന്താണ്, നമുക്ക് അസറ്റാണ്. സോ ഓപ്ഷൻ എ അസറ്റ് എന്നാണ് നിങ്ങൾ എഴുതേണ്ടിയിരുന്ന ഉത്തരങ്ങൾ. റെഡിയല്ലേ?